എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പിന്നിലെ ചില കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. സ്ത്രീകളിൽ പകുതിയോളം പേർക്കും ലൈംഗികതയുമായി ബന്ധപ്പെട്ട് സ്ഥിരമായ പ്രശ്നങ്ങളുണ്ട്. അതായത് ലൈംഗിക അഭിലാഷം കുറവോ, അല്ലെങ്കിൽ ലൈംഗിക ആസക്തിയോ, അല്ലെങ്കിൽ രതിമൂർച്ചയിൽ എത്താനുള്ള പ്രശ്നമോ, അതുപോലെ ലൈംഗിക ബന്ധത്തിൽ വേദനയോ എന്നിവയൊക്കെയാകാം. തൃപ്തികരമായ ലൈംഗികതയിൽ നിങ്ങളുടെ ശരീരം, മനസ്സ്, ആരോഗ്യം, വിശ്വാസങ്ങൾ, പങ്കാളിയോടുള്ള നിങ്ങളുടെ വികാരങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പിന്നിലെ ചില കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നോക്കാം. മെഡിക്കൽ അല്ലെങ്കിൽ ശാരീരിക അവസ്ഥകൾ. ഹൃദ്രോഗം, പ്രമേഹം, തൈറോയിഡ് രോഗം, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പോലെയുള്ള ഞരമ്പുകളുടെ അവസ്ഥകൾ, അതുപോലെ ലളിതമായ ക്ഷീണം എന്നിവ പോലും ലൈംഗികതയെ അസ്വസ്ഥമോ അല്ലെങ്കിൽ വേദനാജനകമോ ആക്കാറുണ്ട്. സെക്സിനിടയിൽ നിങ്ങൾക്ക് ഉത്തേജനം ഉണ്ടായില്ലെങ്കിൽ അത് വേദനയുളവാക്കും. നിങ്ങളുടെ യോനിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജനനേന്ദ്രിയ ഭാഗത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ റേഡിയേഷൻ ചികിത്സയുടെ പാടുകളോ നിങ്ങളുടെ ലൈംഗികാനുഭവത്തെ മാറ്റും. അതുപോലെ ജനനേന്ദ്രിയ ഹെർപ്പസ് പോലെയുള്ള അണുബാധകൾ ഉണ്ടാക്കും. സാധ്യമായ മറ്റു കാരണങ്ങളിൽ ഹോർമോൺ അസന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ശാരീരിക മാറ്റങ്ങളും ഉൾപ്പെടുന്നു. അതുപോലെ ഗർഭധാരണം, നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൻ്റെ കുറവ് വരാം അല്ലെങ്കിൽ അസ്വസ്ഥത അനുഭവപ്പെടാം. അതുപോലെ പ്രസവം, ഇത് നിങ്ങളുടെ ജനനേന്ദ്രിയത്തെ സെൻസിറ്റീവ് കുറവായിരിക്കും. അടുത്തതായി മുലയൂട്ടൽ, ഇവ ഈസ്ട്രജന്റെ അളവ് കുറയുന്നത് യോനിയിലെ വരൾച്ചയിലേക്ക് നയിക്കും. ആർത്തവ വിരാമം, ഇത് യോനിയിലെ വരൾച്ച അഥവാ ലിബിഡോയുടെ അഭാവത്തെ എടുത്തു കാണിക്കും. അതുപോലെ മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങൾ, ശരിയായ മാനസികാവസ്ഥയും നിങ്ങളുടെ പങ്കാളിയുമായുള്ള ആരോഗ്യകരമായ മാന്യമായ ബന്ധവും ലൈംഗിക അടുപ്പത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് ഭയമോ താല്പര്യമില്ലാത്തതോ തോന്നുന്ന ഘടകങ്ങളും ഉണ്ടാക്കാം. വിഷാദം, ഉത്കണ്ഠ, സമ്മർദ്ദം, ലൈംഗിക പീഡനം, കുറഞ്ഞ ആത്മാഭിമാനം, മരുന്നുകൾ, മയക്കുമരുന്ന്, മദ്യം എന്നിവയാണ് ഈ ഘടകങ്ങൾ. മദ്യപാനം രതിമൂർച്ചയെ കൂടുതൽ ദൈർഘ്യമുള്ളതാക്കും അല്ലെങ്കിൽ തീവ്രത കുറയും. പുകവലിയും ഹെറോയിനിൻ്റെയും മറ്റ് നിയമവിരുദ്ധ മയക്കുമരുന്നുകളുടെയും ദീർഘകാല ഉപയോഗവും ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. സ്ത്രീകളിൽ ചില മരുന്നുകൾക്കും സെക്സ് ആസ്വാദകരമല്ലാതാക്കി തീർക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മരുന്നുകളാണ് ഇനി പറയുന്നത്. ഉയർന്ന രക്തസമ്മർദ്ദമുള്ള മരുന്നുകൾ, ആൻറ്റി ഡിപ്രസൻ, ആൻറ്റി സൈക്കോട്ടിക് മരുന്നുകൾ, അപസ്മാര മരുന്നുകൾ, ചില ക്യാൻസർ മരുന്നുകൾ, മൂത്രനാളിയിലെ അണുബാധയ്ക്കുള്ള മരുന്ന്, സ്റ്റിറോയിഡുകൾ എന്നിവ ഇതിലുൾപ്പെടും. സെക്സിനിടെ നിങ്ങൾക്ക് പെട്ടെന്ന് വേദനയോ തലവേദനയോ പോലെയുള്ള അസാധാരണമായ ലക്ഷണങ്ങളോ ഉണ്ടായാൽ, അല്ലെങ്കിൽ ലൈംഗികമായി പകരുന്ന രോഗത്തിന് നിങ്ങൾ വിധേയനായതായി നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണെന്ന് ഓർക്കുക.